50 ലക്ഷം രൂപയും കാറും അനുമോക്ക് കിട്ടും. പറയുന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ജിൻഡോ മണ്ടനാണ് പൊട്ടനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുന്നേ, ഈ 10-18 പേരോടെ കയറി ഒരു ഷോയ്ക്ക് പോയി 50 ലക്ഷം രൂപയും പേടിച്ച് ഒരുത്ത് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവനെ മണ്ടൻ എന്ന് വിളിക്കുന്നവരല്ലേ മണ്ടൻ. എടാ, ഒരു 100 രൂപ ഉണ്ടാക്കണമെങ്കിൽ പണിയെടുക്കുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരുത്തന് അറിയാം 100 രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ആ 100 രൂപ ഉണ്ടാക്കിയെടുത്ത് ഒരുത്തൻ പോയിട്ട് ലോട്ടറി അടിച്ചല്ലോ, പൊട്ടറിന് ലോട്ടറി അടിച്ചെന്നൊക്കെ പറയുന്നവനാണ് പൊട്ടനെന്ന് ഞാൻ എപ്പോഴും പറയും. അവനകത്ത് പോയിട്ട് അയാൾ ജയിച്ചു, അപ്പം അയാൾ അകത്തൊരു മണ്ടനെ പോലെ നിന്ന് ബാക്കിയുള്ളവരെ പൊട്ടരാക്കിയെങ്കിൽ അത് അയാളുടെ മിടുക്കാണ്. ഇതിനാണ് നമ്മൾ ആളെ ആക്ഷേപിക്കുന്നത്. വിജയികളെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? വിജയികളെ അംഗീകരിക്കാൻ പഠിക്കും. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഏത് മേഖലയിൽ വിജയിച്ചവനെ അംഗീകരിക്കാൻ പഠിക്കും. അതാണ് നമ്മൾക്ക് ബേസിക്കലി നമുക്ക് വേണ്ട അതാണ്. എന്നിട്ട് അവൻ എങ്ങനെ ജയിച്ചതെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. പലരും ജയിച്ച പല രീതിയിലാകും. ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ ആയിരിക്കും ഒരാൾ ജയിച്ചത്. നമ്മളെയാണല്ലോ മച്ചമ്പി.